Hello നമസ്കാരം ഞാൻ മെറിൻ വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് എളുപ്പത്തിൽ എങ്ങനെ കാലിഗ്രാഫി പഠിക്കാം എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. കാരണം ഞാൻ ഇടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ നോർമലി കാലിഗ്രഫി ചെയ്യുന്നത് അതിൻ്റെതായ ടൂൾസ് വെച്ചിട്ടാണ്. അതായത് കുറേ ബ്രഷസ് ഉണ്ട്, കുറേ മാർക്കേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതൊന്നും അല്ല യൂസ് ചെയ്യുന്നത്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള ഈ ഒരു 10 രൂപയുടെ പേന വെച്ചിട്ട്, ഒരു ജെൽ പെൻ വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ കാലിഗ്രഫി ചെയ്യാൻ പോകുന്നത്. നെക്സ്റ്റ് നമുക്ക് ആവശ്യമുള്ളത് ഒരു സ്കെച്ച് ബുക്കാണ്. വെയിറ്റ്. അപ്പം സ്കെച്ച് ബുക്ക് യൂസ് ചെയ്യുന്നതിനെക്കാട്ടിലും മുന്നേ നമുക്ക് ഈ ഡയറിയിലാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള ഒരു നോർമൽ ഡയറിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ യൂസ് എന്താണെന്ന് ഞാൻ വീഡിയോയിൽ പറയാം. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഒരു പെൻസിലാണ്, ഇറേസർ, ഒരു ബ്ലാക്ക് ജെൽ. അപ്പോൾ ഈ ഇത്രയും ഒരു സാധനം വെച്ചിട്ടാണ് നമ്മൾ കാലിഗ്രഫി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പം കാലിഗ്രഫി ചെയ്യുമ്പം ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ യൂസ് ചെയ്യുന്ന പേപ്പർ നല്ല സ്മൂത്ത് ആയിരിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്ന പെന്നും ബ്രഷും നമുക്ക് ഒരു കൺട്രോൾ ഉണ്ടാവത്തുള്ളൂ. അതിൽ കാലിഗ്രഫി പഠിക്കുന്നതിന് മുന്നേ നമുക്ക് ഏറ്റവും ആദ്യം പഠിക്കേണ്ടത് വേവ് ലൈൻസ് എങ്ങനെ വരയ്ക്കാമെന്നാണ്. കാലിഗ്രഫി പഠിക്കുന്നതിന് മുന്നേ നമ്മൾ ഇതുപോലത്തെ വേവ് ലൈൻസ് പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം. എന്നാലേ നമുക്ക് പെന്നിലൊരു കൺട്രോൾ കിട്ടത്തുള്ളൂ, നമുക്ക് നമ്മുടെ ലൈൻസിനൊരു സ്മൂത്ത്നെസ് ഒക്കെ കിട്ടത്തുള്ളൂ. അതിന് വേണ്ടിയിട്ട് ആദ്യമേ നമ്മൾ ഇങ്ങനത്തെ വേവ് ലൈൻസ് ചെയ്ത് പഠിക്കണം. നമ്മൾ പെൻ ലിഫ്റ്റ് ചെയ്യാതെ അത് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കണം. അതാണ് അതിൻ്റെ അകത്ത് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇത് എത്ര നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നോ അത്രയും നല്ലതാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് റെഫറൻസ് ലൈനാണ്. അതെന്താണെന്ന് നോക്കാം. ഇനി നമുക്ക് അറിയേണ്ട നെക്സ്റ്റ് കാര്യം എന്ന് പറയുന്നത് റെഫറൻസ് ലൈനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 4 ലൈൻ വരയ്ക്കുവാണ്. ഓരോ ലൈൻ വരച്ചതിന് ശേഷവും ഡയറിൻ്റെ 2 ലൈൻ ഗ്യാപ്പാണ് ഞാൻ ഇടയ്ക്ക് വിട്ടേക്കുന്നത്. അപ്പോൾ റെഫറൻസ് ലൈൻ എന്തിനാണെന്ന് ചോദിച്ചുള്ള കാരണം എന്ന് പറയുന്നത്, നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ കർസീവ് പഠിക്കാൻ വേണ്ടി നമ്മൾ 4 ലൈൻ നോട്ട്ബുക്ക് യൂസ് ചെയ്യത്തില്ലേ, ആ ഒരു യൂസാണ് ഈ ഒരു 4 ലൈൻസിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ ഇതുപോലത്തെ ഒരു ഡയറി എടുക്കാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത്, ഈ ഒരു ലൈൻസ് ഇതിൻ്റെ അകത്ത് ഓൾറെഡി ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു ഡയറി തന്നെ എടുക്കാൻ പറഞ്ഞത്. നമ്മൾ നോർമൽ ഒരു സ്കെച്ച് ബുക്ക് എടുക്കുവാണെങ്കിൽ അത് ഫുള്ള് ബ്ലാങ്ക് പേജാണ്. ഇനി ഈ നടുക്കത്തെ ലൈൻ എന്ന് പറയുന്നത് എക്സ് ഹൈറ്റ് എന്ന് പറയും. എന്നിട്ട് ഈ ഒരു പോർഷൻ പറയുന്നതാണ് അസെൻഡിങ്. ഈ താഴത്തെ പോർഷൻ പറയുന്നതാണ് ഡിസെൻഡർ. ഈ നടുക്കത്തെ 2 ലൈനിൽ ഫില്ലാവുന്ന ലെറ്റേഴ്സ് ലൈക്ക് AECONI അതൊക്കെയാണ് ഈ എക്സ് ഹൈറ്റിൻ്റെ അകത്ത് വരുന്നത്. പിന്നെ ലെറ്റേഴ്സ് BADH ഈ മേലത്തെ ലൈനിൽ ടച്ച് ചെയ്യുന്ന, ഏറ്റവും ടോപ്പിലത്തെ ലൈനിൽ ടച്ച് ചെയ്യുന്ന ആൽഫബറ്റ്സിനെ നമ്മൾ അസെൻഡിങ് എന്ന് പറയും. എന്നിട്ട് ഏറ്റവും താഴത്തെ ലൈനിൽ ടച്ച് ചെയ്യുന്ന ആൽഫബറ്റ്സിനെ ഡിസെൻഡേഴ്സ് എന്ന് പറയും. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ റെഫറൻസ് എന്താണെന്ന് പഠിച്ചു. ഇനി നെക്സ്റ്റ് കാലിഗ്രാഫിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് അപ്പ് സ്ട്രോക്കും ഡൗൺ സ്ട്രോക്കും. അതെന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളൊരു ലെറ്റർ എഴുതി A. നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നത് ബ്രഷ് വെച്ചിട്ടാണ്. അപ്പം ബ്രഷ് വെച്ച് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അപ്പ് സ്ട്രോക്ക് തിന്നായിട്ടും ഡൗൺ സ്ട്രോക്ക് തിക്കായിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ പെന്ന് വെച്ച് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു കൺഫ്യൂഷനാണ്, ഏതാണ് തിക്ക് ചെയ്യേണ്ടത്, ഏതാണ് തിൻ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പറയാം എങ്ങനെയാണെന്ന് അപ്പ് സ്ട്രോക്കും ഡൗൺ സ്ട്രോക്കും കണ്ടുപിടിക്കുന്നത്. നമ്മൾ പെൻ ഇങ്ങനെയാണല്ലോ മൂവ് ചെയ്തത്. ഈ ഒരു ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ഡൗൺവേർഡ്സ് ആണ് അല്ലേ. പിന്നെ ഇവിടെ നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്ന് പിന്നെ നമ്മൾ മേളിലോട്ടാണ് കൊണ്ടുപോകുന്നത്. ഇത് അപ്പ് സ്ട്രോക്ക്. എഗെയിൻ നമ്മൾ മേളിൽ വന്നിട്ട് ഈ ഒരു പോയിന്റിൽ നിന്ന് പിന്നെയും ഡൗൺവേർഡ്സ് ആണ് പോകുന്നത് അല്ലേ. ഇവിടുന്ന് പിന്നെയും ഡൗൺവേർഡ്സ്, ഈ ഒരു പോയിന്റ് വരെ നമ്മൾ ഡൗൺവേർഡാണ് പോകുന്നത്. എന്നിട്ട് ഈ ഒരു പോയിന്റിൽ നമ്മൾ പിന്നെയും അപ്വേർഡ്സ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഷെയ്ഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ ഡൗൺവേർഡ് ആയിട്ടുള്ള പോർഷൻ തിക്ക് ചെയ്യണം. ഇവിടെയും ഡൗൺ സ്ട്രോക്കാണ്. ഈ ഡൗൺ സ്ട്രോക്കും നമ്മൾ ഡബിൾ ചെയ്ത് കൊടുത്തു. ഹോളായിട്ടുള്ള നമുക്ക് സ്പേസ് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. വേറൊരു ആൽഫബറ്റും കാണിച്ചു തരാം, B. അപ്പോൾ ഈ ലെറ്റർ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് പോയത്. ഈ ഒരു ഇത് നമ്മൾ അപ്വേർഡ് സ്ട്രോക്കാണ് പോയത്. ഇവിടെ നിന്ന് ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് താഴെ ഡൗൺ സ്ട്രോക്കാണ്. എഗെയിൻ ഇത് മേളിലോട്ടാണ് പോയേക്കുന്നത്, ഇത് അപ്പ് സ്ട്രോക്കാണ്. പിന്നെ ഈ ഒരു പോയിന്റിൽ നിന്ന് പിന്നെയും നമ്മൾ ഡൗൺ സ്ട്രോക്കാണ് പോയേക്കുന്നത്. എന്നിട്ട് ഇവിടെ നിന്ന് ഇതിന് ശേഷം ഈ ഒരു പോയിന്റിൽ നിന്ന് പിന്നെയും അപ്വേർഡാണ് പോയേക്കുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഡൗൺ സ്ട്രോക്ക് ആയിട്ടുള്ളിടത്ത് നമ്മൾ ടിക്ക് ചെയ്തു, ബ്ലാക്ക് വെച്ചിട്ട് കളർ ചെയ്ത് കൊടുക്കുക.
അപ്പോൾ കണ്ടില്ലേ, വളരെ സിമ്പിളാണ്. നമ്മൾ എവിടേക്കാണോ താഴോട്ട് പോകുന്നത്, എവിടേക്കാണോ പെന്നിൻ്റെ മോഷൻ ഡൗൺവേർഡ്സ് ആയിട്ടുള്ളത് അവിടെ നമ്മൾ തിക്കൻ ചെയ്തു. എവിടെയാണോ അപ്വേർഡായിട്ട് നമ്മൾ പോകുന്നത്, മേളിലോട്ട് പോകുന്നത്, അവിടെ നമ്മൾ തിൻ ലൈനും എഗെയിൻ പിന്നെ ഇവിടെ നമ്മൾ തിരിച്ച് താഴോട്ടാണ് വരുന്നത്. അപ്പോൾ അവിടെ പിന്നെയും ഡാർക്കായിട്ടാണ് വരച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അപ്പ് സ്ട്രോക്കും ഡൗൺ സ്ട്രോക്കും എന്താണെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഡയറക്റ്റ് വേർഡ്സ് എഴുതി പഠിക്കാതെ ഏറ്റവും ആദ്യം നമ്മൾ ആൽഫബറ്റ്സ് തൊട്ട് പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ ആൽഫബറ്റ് എഴുതി തുടങ്ങുമ്പോൾ നമ്മളുടേതായ സ്റ്റൈലിൽ നമുക്ക് ഓരോ ആൽഫബറ്റ്സ് എഴുതാം. ഇനി നമുക്ക് ഓരോ ആൽഫബറ്റ്സും എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. ഡയറി ആയതുകൊണ്ട് തന്നെ നമുക്ക് റെഫറൻസ് ലൈൻ ഒന്നും വരയ്ക്കേണ്ട കാര്യമില്ല. അപ്പം ഈ ഒരു ലൈൻ ഞാൻ അസെൻഡിങ് ആയിട്ടും ഈ ഒരു ലൈൻ ഞാൻ എക്സ് ആയിട്ടും ഈ ലൈൻ ഡിസെൻഡിങ് ആയിട്ടുമാണ് എടുത്തേക്കുന്നത്. ഈ ഒരു ഇത്രയും പോർഷനിലാണ് നമ്മൾ ഓരോ ആൽഫബറ്റും എഴുതാൻ പോകുന്നത്. അപ്പോൾ നമ്മളുടെ ഡയറീൻ്റെ 6 ലൈൻസിൻ്റെ റെഫറൻസ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നവരാകുമ്പം ഡയറക്റ്റ് പെൻ വെച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഏറ്റവും ആദ്യം പെൻസിൽ വെച്ചിട്ട് റെഫറൻസിന് നമുക്ക് ആദ്യം ചെയ്യാം. അപ്പം നമുക്ക് A to Z ആൽഫബറ്റ്സ് എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. അപ്പോൾ പെൻസിൽ വെച്ച് എഴുതിയതിന് ശേഷം നമുക്കിത് പെൻ വെച്ചിട്ടൊന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒരു ലെറ്റർ എഴുതുമ്പോൾ ഒറ്റ സ്ട്രോക്കിൽ തന്നെ അത് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കണം. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ഇങ്ങനെ ചെയ്തിട്ട് പിന്നെ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ആ ഒരു ബ്യൂട്ടി ഉണ്ടാകത്തില്ല, അവിടെ ഒരു ബ്രേക്ക് ഉണ്ടാവും എപ്പോഴും. അപ്പം അങ്ങനെ ചെയ്യാതെ ഒരു സിംഗിൾ ലൈനിൽ വേണം നമ്മളെപ്പോഴും ആൽഫബറ്റ്സ് എഴുതാൻ. എവിടേക്കാണോ ഡൗൺ സ്ട്രോക്ക് അവിടെ എല്ലാം നമ്മൾ ഡബിൾ ലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ലെറ്റർ എഴുതുമ്പോൾ കൈ ലിഫ്റ്റ് ചെയ്യാതെ തന്നെ വേണം അത് കംപ്ലീറ്റ് ചെയ്ത് തീർക്കാൻ. ഇപ്പം നമ്മൾ എന്നെ എഴുതുവാണെങ്കിൽ കൈ പൊക്കാതെ, കൈ ലിഫ്റ്റ് ചെയ്യാതെ വേണം നമ്മളത് കംപ്ലീറ്റ് എഴുതാൻ. നമ്മൾ ഇടയ്ക്ക് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ വേണ്ട, ഇതുപോലെ നമ്മൾ ബ്രേക്ക് ചെയ്തിട്ട് ഇങ്ങനെ എഴുതിയിട്ട് പിന്നെ നമ്മളിങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു ബ്രേക്ക്, ഇങ്ങനത്തെ ഒരു ബ്രേക്ക് ഉണ്ടാവാൻ പാടില്ല. ഇതൊക്കെ നമ്മൾ ആ വേവ് ലൈൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്കിത് കറക്റ്റ് ഒരു സിംഗിൾ സ്ട്രോക്കിൽ തന്നെ എഴുതാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ആൽഫബറ്റ്സ് A to Z കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നേരത്തെ നമ്മൾ എഴുതി പഠിക്കുകയാണെങ്കിൽ നമുക്ക് റെഫർ ചെയ്യാനും എപ്പോഴും നല്ലതായിരിക്കും. നമ്മളെപ്പോഴും ഡയറക്റ്റായിട്ട് വേർഡ്സ് എഴുതുമ്പോൾ നമുക്ക് ഒരു കൺഫ്യൂഷൻ വരും, നമ്മൾ ഏത് രീതിയിലായിരുന്നു മറ്റേതിൻ്റെ അകത്ത് എഴുതിയ എങ്ങനെയാണ്. അപ്പം ആദ്യമേ നമ്മൾ ഇങ്ങനെ ഒരു റെഫറൻസിന് വേണ്ടിയിട്ട് A to Z എഴുതി വെച്ചാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മളത് ചെയ്യുമ്പോൾ ഇടയ്ക്ക് ഇത് നോക്കിയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പം പെൻ ഹോൾഡ് ചെയ്യുന്ന ഗ്രിപ്പും ഡൗൺ സ്ട്രോക്കും അപ്പ് സ്ട്രോക്കും ഒക്കെ മനസ്സിലായതിന് ശേഷം നമുക്ക് ഓരോരോ സെൻറ്റൻസ് ചെയ്ത് തുടങ്ങാം. അങ്ങനെ ചെയ്ത കുറച്ച് കോഡ്സാണിത്.
ഞാനിത് പൈലറ്റ് പെൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്, ബ്ലൂ പൈലറ്റ് പെൻ. ഇത് ഞാൻ റെഡ് മാർക്കർ വെച്ചിട്ടാണ് ചെയ്തത്. പിന്നെ ഞാനിത് ചെയ്തത് നോർമൽ ബ്ലാക്ക് പെന്ന് വെച്ചിട്ടാണ്. എന്നിട്ട് നമ്മുടെ വൈറ്റ് ഗ്യാപ്സിന് ഞാൻ വൈറ്റ്നറാണ് യൂസ് ചെയ്തേക്കുന്നത്. എന്നിട്ട് ആ ഒരു ഗ്യാപ്പിൻ്റെ അകത്ത് ഞാൻ ഡിസൈൻ ചെയ്തേക്കുവാണ്. അപ്പോൾ നിങ്ങൾക്കിനി ഞാനൊരു കോട്ട് എഴുതി കാണിക്കാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ റെഫറൻസ് ലൈൻ അങ്ങനെയല്ല നോക്കിയിട്ടല്ല ഇത് ചെയ്തേക്കുന്നത്. ഓരോ ലെറ്ററും മേളിലും താഴെയും അങ്ങനെ ആയിട്ടാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ. പെൻസിൽ വെച്ചിട്ട് ആദ്യം ഒന്ന് റഫായിട്ട് വരയ്ക്കാം. കാലിഗ്രഫി ഒരു സ്ലോ പ്രോസസ്സാണ്, അപ്പം നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യാൻ. ഇപ്പോൾ കണ്ടില്ലേ, ഇതുപോലത്തെ നോർമൽ ആയിട്ടുള്ള ഡയറി നമുക്ക് കാലിഗ്രഫി പ്രാക്ടീസ് ചെയ്യാൻ വളരെ യൂസ്ഫുൾ ആണ്. ആദ്യമേ കാലിഗ്രഫി ചെയ്യാൻ ഭയങ്കര ഹൈ ക്വാളിറ്റി പെൻസും ബ്രഷസും അല്ലെങ്കിൽ സ്കെച്ച് ബുക്കൊക്കെ യൂസ് ചെയ്യുന്നതിന് മുമ്പേ ഇതുപോലത്തെ നോർമൽ ഡയറിയിലും നോർമൽ പെന്നിലും വെച്ചിട്ട് നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് വേണം നമ്മൾ സ്കെച്ച് ബുക്കിലോട്ട് ഡയറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത്. ഞാനും കാലിഗ്രഫി അങ്ങനെ പഠിച്ചിട്ടുള്ളതൊന്നുമല്ല, ഞാനും കണ്ടാണ് പഠിച്ചത്. അപ്പം എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത് കുറേ അങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്കൊരു ഐഡിയ കിട്ടിയതാണ്. അപ്പം എനിക്ക് ഏറ്റവും സൂട്ടബിൾ ആയിട്ട് തോന്നിയതാണ്. ഇതുപോലത്തെ ഡയറി ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ലൈൻസ് ഒക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. കാരണം ഞാനിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാം പേജൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കുക. അവിടെ നിങ്ങൾക്ക് എൻ്റെ വർക്ക്സിൻ്റെ അപ്ഡേറ്റ്സ് കാണാവുന്നതാണ്. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസായിട്ട് ഇനിയും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഞാൻ മെറിൻ. നന്ദി, നമസ്കാരം.